പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രൽസ്, അതും നമ്മുടെ കാൽക്കുലസിന്റെ ഫണ്ടമെന്റൽ തിയറി എന്ന് വിളിക്കുന്ന തിയറി ഉണ്ട്, അതും ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, വിഷ്വലി തന്നെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ കാൽക്കുലസിന്റെ ഫണ്ടമെന്റൽ തിയറി എന്ന് വിളിക്കുന്നതാ ഈ ഇക്വേഷൻ. ഇതെങ്ങനെ വന്നെന്ന് കാണിച്ചു തരാം. അതായത് ഇതാദ്യം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫ്രം എ ടു ബി എന്ന് വിളിക്കുന്നത് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാ. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കണം, ഇത് സ്മോൾ എഫും ഇത് ക്യാപിറ്റൽ എഫ് ആ. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ബേസിക്കലി ഈ ബൗണ്ട്, ഇത് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ആണ്, കാരണം ഇവിടെ ബൗണ്ട് ഉണ്ടല്ലോ എയും ബിയും. ഈ ബൗണ്ട് ഇല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നതിനെ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. മനസ്സിലായോ? ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി അതിൻ്റെ അകത്തോട്ടൊരു ബൗണ്ട് കൂടി ഇട്ട് എയും ബിയും, അപ്പർ ലിമിറ്റ് ബിയും ലോവർ ലിമിറ്റ് എയും, എന്നിട്ട് എഫ് ഓഫ് എക്സ് ഡി എക്സ് എടുത്താൽ എന്താ പറ്റും? നമ്മുടെ റിസൾട്ട് എഫ് ഓഫ് എക്സ് കിട്ടും. എന്നിട്ട് എക്സിന്റെ അവിടെ ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതായത് അപ്പർ ലിമിറ്റ് ആദ്യം, എന്നിട്ട് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇത് ബേസിക്കലി എന്താ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന ഏരിയ ഉണ്ടല്ലോ, കർവുണ്ടല്ലോ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഈ വിഷ്വല് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഇത് വെച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം. അതായത് നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് ഫുൾ സർക്കിൾ ഉണ്ടായിരുന്നു, മനസ്സിലായോ? മൊത്ത വട്ടം. പക്ഷെ ഇതങ്ങനല്ല, ഇത് നടുക്കൊരു ഹോൾ ഉണ്ട്, കണ്ടോ? അതായത് ഒരു ഡോനറ്റ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ സി ഡി പോലെ ഇരിക്കും. ഓക്കെ, ഇതിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഇപ്പൊ ഈ സർക്കിൾ ഒന്ന് നോക്ക്. ഒരു ബേസിക് ഇത് വെച്ചിട്ട് ഈ സർക്കിളിന്റെ ഏരിയ എന്തായിരിക്കും? ഓക്കെ, ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും കാണുന്ന ഏരിയ പാർട്ട് മാത്രമല്ലേ, ബ്ലാക്കിന്റെ കാണുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ബേസിക്കലി ഇത് കണ്ടുപിടിക്കാൻ ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി ചെയ്യുന്നൊരു കോമൺ സാധനമുണ്ട്. ഈ ഫുൾ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതേ മൈനസ് ഈ അകത്തുള്ള സർക്കിളിന്റെ ഏരിയ ചെയ്താൽ നമുക്ക് ഇത്ര ഏരിയ കിട്ടും. ഓക്കെ, അത് തന്നെയാണ് ഈ സാധനവും പറയുന്നത്, വേറൊന്നും ഇല്ല. ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഒരു കട്ട് ചെയ്യുമ്പോൾ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ട്രയാങ്കിൾ കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടെ ഇത്രയും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രയാങ്കിളിന്റെ ടോപ്പ് പാർട്ട് കാണത്തില്ല. ഓക്കെ, ഇനി നമ്മുടെ ഈ ഇത്രയും പാർട്ടിന്റെ മാത്രം ഏരിയ എന്തോന്നാ, അത് കിട്ടണമെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഹോൾ ഏരിയ മൈനസ് ഇത്രയും ട്രയാങ്കിളിന്റെ ഏരിയ എടുത്താൽ മതി. ഓക്കെ, അത് തന്നെയാണ് ബേസിക്കലി ഇക്വേഷൻ ഈ പറയുന്നത്. ഓക്കെ, അതായത് ഈ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ബി, ആൻഡ് ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് എ. ഇത് ക്യാപിറ്റൽ എഫ് ഓഫ് ബിയും ക്യാപിറ്റൽ, അതായത് ഈ ഹോൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് ബിയും, ഈ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. ഇത്രയേ ഉള്ളൂ, സാധനം സിമ്പിളാ. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു റെക്ടാങ്കിളിന്റെ കേസ് പറയാം. റെക്ടാങ്കിൾ എടുക്കുക നിങ്ങൾ. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്റർ. ഓക്കെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്റർ. അപ്പൊ ആ റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്തോന്നാ? 10 മീറ്റർ സ്ക്വയർ. ഓക്കെ, നമുക്ക് കിട്ടിയ റെക്ടാങ്കിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 10 മീറ്റർ സ്ക്വയർ ആണ്. പക്ഷെ ഇപ്പൊ എന്നോട് പറയാം, എനിക്ക് ടോട്ടൽ ഏരിയ വേണ്ട, എനിക്ക് ലെങ്ത് 5 മീറ്റർ തൊട്ട് 10 മീറ്റർ വരെ ഉള്ളതിന്റെ മാത്രം ഏരിയ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ വിഷ്വലി നിങ്ങളൊന്ന് ചിന്തിക്കാൻ നോക്കണം. ഓക്കെ, അതായത് നമ്മുടെ കയ്യിലൊരു ഹോൾ റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 മീറ്ററും. അപ്പൊ അതിന്റെ ടോട്ടൽ ഏരിയ 10 × 1 10 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. പക്ഷെ ഇപ്പൊ എന്നോട് പറയാം, ലെങ്ത് 5 തൊട്ട് 10 മീറ്റർ വരെ ഉള്ളതിന്റെ മാത്രം, ഓക്കെ, 5 മീറ്റർ തൊട്ട് 10 മീറ്റർ വരെ ഉള്ളതിന്റെ മാത്രം ഏരിയ കിട്ടിയാൽ മതി എന്ന് എന്നോട് പറയാം. എന്തായിരിക്കും നമ്മൾ ചെയ്യുക? നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ആദ്യം നമ്മുടെ ആ ഹോൾ റെക്ടാങ്കിളിന്റെ ഏരിയ ഉണ്ടല്ലോ, അതേ മൈനസ് നമുക്ക് വേണ്ടാത്ത റെക്ടാങ്കിളിന്റെ ഏരിയ കളഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന റെക്ടാങ്കിളിന്റെ മാത്രം ഏരിയ കിട്ടുമല്ലോ, അല്ലേ? ഇവിടെ നമുക്ക് വേണ്ടാത്ത റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏതാ? 0 തൊട്ട് 5 വരെ. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നേക്കുന്നത് 5 തൊട്ട് 10 വരെയുള്ള. അപ്പൊ നമുക്ക് വേണ്ടാത്ത ആരാ? 0 തൊട്ട് 5 വരെയുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഹോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എടുത്തു, അതേ മൈനസ് 0 തൊട്ട് 5 വരെയുള്ള റെക്ടാങ്കിളിന്റെ ഏരിയ എടുത്തു. അപ്പൊ നമുക്ക് വേണ്ടുന്ന കിട്ടി. ഇവിടെ ഹോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് എഫ് ഓഫ് ബി. ഓക്കെ, 0 തൊട്ട് 10 വരെ. നമുക്ക് വേണ്ടാത്ത ആ റെക്ടാങ്കിളിന്റെ ഏരിയ ആണ് എഫ് ഓഫ് എ, 0 തൊട്ട് 5 വരെ. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഫുൾ റെക്ടാങ്കിളിൽ നിന്ന് നമുക്ക് വേണ്ടാത്തതിനെ എടുത്ത് കളഞ്ഞു. അപ്പൊ നമുക്ക് വേണ്ടുന്ന മാത്രം കിട്ടി. മനസ്സിലായോ? അതായത് ഇവിടെ എഫ് ഓഫ് ബി എന്ന് പറയുന്നത് ആ ഹോൾ റെക്ടാങ്കിളിന്റെ ഏരിയ 10 മീറ്റർ, എഫ് ഓഫ് എ എന്ന് പറയുന്നത് 5 മീറ്റർ വരേക്കുള്ള ഏരിയ.
മനസ്സിലായോ? കാരണം ഇവിടുത്തെ നമ്മുടെ ലോവർ ബൗണ്ട് ആരാ നമ്മളിപ്പോ പറഞ്ഞ ഈ ഇപ്പൊ പറഞ്ഞ 5 തൊട്ട് 10 മീറ്റർ വരെ എന്നുള്ള കേസിലെ ലോവർ ബൗണ്ട് ആരാ? 5. അപ്പർ ബൗണ്ട് ആരാ? 10 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം എന്തോന്നാ f(10) എന്ന് പറഞ്ഞ 10 മീറ്റർ വരേക്കുള്ള ഏരിയ അതെന്തോന്ന് 10 മീറ്റർ സ്ക്വയർ. f(10) എന്ന് പറഞ്ഞ f(b) തന്നെ. ഓക്കെ, അതിൽ നമ്മൾ എന്തോന്നാ കുറച്ചത് 5 വരേക്കുള്ളതിന്റെ ഏരിയ, അതായത് f(5). f(5) എന്തോന്നാ f(a) തന്നെ. ഇപ്പൊ മനസ്സിലായേ എങ്ങനെയാണ് f(b) മൈനസ് f(a) വന്നേന്ന്? അതുപോലെ തന്നെ ഈ കാണുന്ന ട്രയാങ്കിളിന്റെ അകത്ത് ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ ഇപ്പൊ f(b) ആയെന്നും ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ f(a) ആയെന്ന് മനസ്സിലായി. അതായത് നമുക്കിവിടെ വേണ്ടുന്ന റിക്വയർഡ് ഏരിയ എന്താന്ന് ഈ കാണുന്ന കളേർഡ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ് നമുക്ക് വേണ്ടുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ഫുൾ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എടുത്തിട്ട് അതേ മൈനസ് നമുക്ക് ഈ പറഞ്ഞ വേണ്ടാത്ത പാർട്ടിലെ ഏരിയ മാത്രം നമ്മൾ എടുത്ത്. ഓക്കെ, അത്രേ ചെയ്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ആ സാധനം വിഷ്വലി മനസ്സിലായി. എനിക്ക് നിങ്ങൾക്ക് ആ സാധനം തിയറിറ്റിക്കലി മനസ്സിലാവണമെന്നല്ല, നിങ്ങൾക്ക് ആ ഒരു സാധനം ലോജിക്കലി നിങ്ങളുടെ മൈൻഡിൽ കത്തണം. ഇതെന്താ ബേസിക്കലി, അതായത് നമുക്ക് വേണ്ടുന്ന ഏരിയയുടെ പാർട്ട് എന്ന് പറയുന്നത് ടോട്ടലെ മൈനസ് നമുക്ക് വേണ്ടാത്ത പാർട്ട് വരേക്കും. ഓക്കെ, അത്രേ ഉള്ളു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പാർട്ട് തൊട്ട് അവസാനം വരേക്കും. ഇതാണ് അതിന്റെ കോർ കോൺസെപ്റ്റ്. മനസ്സിലായി? ഈ ഫണ്ടമെന്റൽ തിയറി ഇവിടെ പറയുന്ന ഈ ഏരിയ ഉണ്ടെന്ന കർവ് വെച്ച് കാണിച്ചു തന്നാല് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പല പല രീതിയിൽ പല റേഡിയസ് ഒക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എല്ലാം നമുക്ക് ഏതാണ്ട് ഒരേ സാധനം തന്നെ ആയിരിക്കും തരുന്നത്. റേഡിയസ് കൂട്ടിയോ റേഡിയസ് കുറച്ചോ കണ്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കോർ കോൺസെപ്റ്റ് കത്തുക. എനിക്ക് ഒരൊറ്റ സാധനം മാത്രമേ ഉള്ളൂ. മനസ്സിലായേ? ഇനി പ്രോപ്പർട്ടീസിലോട്ട് കയറാം. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി സം പ്രോപ്പർട്ടി. അതായത് നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് പറഞ്ഞു തന്നപ്പോൾ നമ്മളൊരു കാര്യം കണ്ടിട്ടില്ല, d/dx ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് d/dx ഓഫ് ജി ഓഫ് എക്സ്. എക്സാക്ട്ലി അതുപോലെ ഒരു സാധനം. മനസ്സിലായി? അതായത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നതിനെ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ എ ലോവർ ലിമിറ്റും ബി അപ്പർ ലിമിറ്റും ആണ്. അത് തന്നെ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന ഫംഗ്ഷനുകളുടെ ഒരിക്കലും വിട്ടുപോല്. ഇനി ഈ ഫംഗ്ഷൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കാണുന്ന ഇതാണ് നമ്മുടെ ലോവസ്റ്റ് പോയിന്റ് എ, ആൻഡ് ഈ റൈറ്റിൽ കാണുന്ന ബി ആണ് നമ്മുടെ ഹയസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പം ഈ എയുടെ ബിയുടെ ഇടയിൽ നമ്മുടെ ഈ എഫ് ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സിന്റെ കർവ് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ, അതായത് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവ് ഉണ്ടല്ലോ, ഇതിന്റെ അണ്ടറിലുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അതായത് ഏരിയ അണ്ടറിലെ കർവ് എന്ന് പറയുന്നതാണ് ഈ സയാൻ ബ്ലൂ കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവ് ഉണ്ടല്ലോ, ഈ കർവിന്റെ അണ്ടറിൽ ഒരു ഏരിയ ഉണ്ടല്ലോ കറസ്പോണ്ടിങ്, ആ ഏരിയ ആണ് ഈ ഒരു റെഡിഷ് ലൈറ്റ് റെഡ് ഒരു പിങ്ക് ഷെയ്ഡിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന പിങ്ക് കളർ രണ്ടും ഓവർലാപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാ. ഓക്കെ, ആ രണ്ട് കളർ മിക്സ് ആകുന്നോണ്ട് ഉണ്ടായതാ. ബേസിക്കലി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ അണ്ടറിലെ ഏരിയ എന്ന് പറയുന്നത് ഈ സയാൻ ബ്ലൂ, ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ അണ്ടറിലെ ഏരിയ ഈ കാണുന്ന ലൈറ്റ് റെഡ് കളറുമായിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സ് ഡി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി ഓഫ് എക്സ് എന്ന് എഴുതാന്ന്. ആക്ച്വലി അത് ഞാൻ വിഷ്വലി കാണിച്ചു തരാം. ഓക്കെ, അതായത് നമുക്ക് അതിനെ സമ്മപ്പ് ചെയ്ത് ഒറ്റ ഒരു ഫംഗ്ഷൻ ആക്കി, ഓക്കെ, എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് എടുത്തിട്ട് അതിന്റെ അണ്ടറിലെ ഏരിയ എടുത്താൽ മതി. അതായത് ഈ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഉണ്ടല്ലോ, അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കർവാണ് എൻ്റെ ഈ വെള്ള കർവ്. മനസ്സിലായോ? ഈ വെള്ള കർവിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ എഫ് ഓഫ് എക്സിന്റെ അണ്ടറിലുണ്ടായിരുന്ന ഏരിയ പ്ലസ് ഈ ജി ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ. അത്രേ ഉള്ളൂ ബേസിക്കലി. വിഷ്വലി അതേ ഉള്ളൂ മീനിങ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ? അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിനെയും ജി ഓഫ് എക്സിനെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷൻ. ഓക്കെ, അതിന്റെ കർവാണ് ഈ വെള്ള കളർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ആ കർവിന്റെ അണ്ടറിലുള്ള ഏരിയ ആണ് ഈ ടോട്ടൽ ഏരിയ, ഈ ബ്ലൂ ഷെയ്ഡും ഈ പിങ്ക് ഷെയ്ഡും എല്ലാം ഉള്ള. ഓക്കെ, ആ ഏരിയ എന്ന് പറയുന്നത് ബേസിക്കലി ഈ എഫ് ഓഫ് എക്സിന്റെ ഏരിയ, എഫ് ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ പ്ലസ് ഈ ജി ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ. സിമ്പിൾ സാധനം, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് തന്നെ നോക്കിയാൽ മനസ്സിലായല്ലോ. സിമ്പിൾ സാധനം.
ഓക്കെ. ഇനി അടുത്ത പ്രോപ്പർട്ടി സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ബേസിക്കലി എല്ലാം ഡെറിവേറ്റീവ് ആയിട്ട് വെച്ച് ചിന്തിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സി വെളിയിട്ടിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതുപോലെ സാധനം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു സി ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒരു കാര്യം മറക്കല്, ലോവർ ലിമിറ്റ് എയും അപ്പർ ലിമിറ്റ് ബിയും. ഓക്കെ, ബേസിക്കലി എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്താണ് ഇവിടെ നിങ്ങളൊരു കാര്യം കണ്ടോ, ഇന്റഗ്രലിന്റെ അകത്ത് സി മാറ്റ്. സി സപ്പോസ് നിലവിൽ നമ്മൾ സിനെ ഒന്നെന്ന് വിളിക്കുക. സിനെ ഒന്നെന്ന് വിളിച്ചാൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട്? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ബേസിക്കലി എന്താണ് ഈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ കാണുന്ന നമ്മൾ കുറെ മൈന്യൂട്ട് റെക്ടാംഗിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യല്ല, അല്ലെ സ്പ്ലിറ്റ് ചെയ്യല്ല. ആ ഓരോ റെക്ടാംഗിളിന്റെ ഏരിയയാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ വൈ ആക്സിസിലാണ് നമ്മൾ എഫ് ഓഫ് എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, എക്സ് ആക്സിസിലാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. അപ്പം ഈ എക്സിൽ ഉള്ള മീൻസ് എന്താ, വാല്യൂവിനെ നമ്മൾ ഒരുപാട് പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഓരോ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് കൊച്ചു കൊച്ചു റെക്ടാംഗിൾസ് ആകും. ഓരോ റെക്ടാംഗിളിന്റെ അപ്പോൾ വിഡ്ത്ത് എന്ത് വരും? കാരണം നമ്മൾ എക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരുപാട് ചെറിയ വാല്യൂ വെക്കുമ്പോൾ ഓരോ വാല്യൂ എന്ന് പറയുന്നത് ഡി എക്സ് വാല്യൂ വരും. അപ്പൊ ഈ റെക്ടാംഗിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്ന ആ എഫ് ഓഫ് എക്സിന്റെ അതുവരെയുള്ള വാല്യൂ, വിഡ്ത്ത് എന്ന് പറയുന്ന ഡി എക്സ്. അപ്പോൾ എന്താണ് ടോട്ടൽ ഏരിയ? എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതെങ്ങനെ വന്നു എന്നത് നമ്മൾ കുറച്ച് തൊട്ട് മുമ്പേ ഉള്ള വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇന്റഗ്രൽസിന്റെ ബേസിക്സ് അവിടുന്ന് ഫോളോ ചെയ്തു വന്നാൽ നമുക്ക് ഇത് കറക്റ്റ് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് അതുവഴി കണ്ടാൽ മതി, അപ്പോൾ ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഓൾറെഡി നമ്മൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ബേസിക്കലി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ ഒരുപാട് ടൈനി റെക്ടാംഗിൾസ് ആയിട്ട് നമ്മൾ മാറ്റും. ഓക്കെ, അപ്പൊ ബേസിക്കലി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഓരോ റെക്ടാംഗിളിന്റെ ഏരിയ. അപ്പൊ ബേസിക്കലി ഈ ഇക്വേഷൻ എന്താ ഇവിടെ പറയുന്നത്? ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബേസിക്കലി വി ആർ സമ്മിങ് അപ്പ് ദ ഏരിയ ഓഫ് ഓൾ ടൈനി റെക്ടാംഗിൾസ് ടു ഗെറ്റ് ദ ഹോൾ ഏരിയ. അതായത് ഓരോ കൊച്ചു റെക്ടാംഗിളുകളുടെ ഏരിയ കൂട്ടി 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 നമ്മൾ എന്ത് ചെയ്യും? ഈ വലിയ ടോട്ടൽ എന്ത് ഈ കാണുന്ന ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഇത് ബേസിക്കലി കാണുന്ന ഓരോരോ റെക്ടാംഗിളുകളുടെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ മൊത്തം കൂട്ടിയ ഈ കാണുന്ന ഫുൾ ഷേപ്പിന്റെ ഏരിയ കിട്ടും. ഓക്കെ, അതാണല്ലോ നമ്മൾ ബേസിക്കലി ഇക്വേഷൻ വെച്ച് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ ആദ്യത്തെ സി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ആയിട്ട് വെച്ചു. 1 ആയിട്ട് വെക്കുമ്പോൾ ഇത് നോർമൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഈ കാണുന്ന ഓരോ റെക്ടാംഗിളുകളുടെ ഏരിയ എന്ന് പറയുന്നത് എന്ത്? എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിൻ്റെ അകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള ഈ ട്രയാങ്കിളെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ, അതിന്റെ ബ്രെഡ്ത്തും ഇത്രയുള്ള ചെറിയ വിഡ്ത്ത് ഡി എക്സും. ഓക്കെ, ഇനിയിപ്പോ പറയുന്നത് എന്താ? ഞാൻ ഇതിനെ സീനെ 2 ആക്കുക. സീനെ 2 ആക്കി വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഈ കാണുന്ന ഓരോ ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ ഞാൻ ഡബിൾ ചെയ്ത്. ഓക്കെ, അതായത് ഈ കാണുന്ന ഓരോ റെക്ടാംഗിളിന്റെ ഏരിയ ഞാൻ ഡബിൾ ചെയ്യുക. അപ്പൊ എന്ത് പറ്റും? ബേസിക്കലി ഈ കാണുന്ന എല്ലാ റെക്ടാംഗിളിന്റെ ഏരിയ ഞാൻ ഡബിൾ ചെയ്ത്. മനസ്സിലായി? ഈ കാണുന്ന എല്ലാ ചെറിയ റെക്ടാംഗിളുകളുടെ ഏരിയ ഞാൻ ഡബിൾ ചെയ്ത്. അങ്ങനെ ഡബിൾ ചെയ്ത അതിനെല്ലാം കൂട്ടുമ്പോൾ നമുക്ക് ആ 2 എന്ന് പറഞ്ഞ ഫാക്ടറിനെ എടുത്ത് വെളിയെടുത്തൂടെ? അതായത് ഇപ്പൊ എന്താ, ഈ കാണുന്ന ഓരോ റെക്ടാംഗിളിന്റെ ഏരിയ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണല്ലോ. ഞാൻ ഈ എല്ലാ ഏരിയയുടെയും കൂടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. അതെങ്ങനെ? ബേസിക്കലി സി എന്ന് പറഞ്ഞതിനെ നമ്മൾ 2 ഇട്ട് കൊടുത്തതിന്റെ അർത്ഥം എന്താ? 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന. എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ ആക്ച്വലി? ഏരിയ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ റെക്ടാംഗിൾസ്. മനസ്സിലായോ? ഓക്കെ, അപ്പം 2 ഇൻറ്റു ഏരിയ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ റെക്ടാംഗിൾ. അതിന്റെ അർത്ഥം എന്താ? ഈ കാണുന്ന ഓരോ റെക്ടാംഗിളിന്റെ ഏരിയയുടെ കൂടെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ എല്ലാം കൂട്ടുക. എല്ലാം കൂട്ടുമ്പോൾ ആ 2നെ എനിക്ക് കോമൺ ആയിട്ട് വെളിയെടുത്തൂടെ? ഓക്കെ, ഈ വലിയ ഇന്റഗ്രൽ സിമ്പിളിന്റെ അർത്ഥം എന്താ? എല്ലാത്തിനെയും സം ചെയ്യുക. എല്ലാത്തിനെയും സം ചെയ്യുമ്പോൾ എല്ലാവരുടെയും നോക്കുമ്പോൾ അവിടെ ഒരു 2 കോമൺ ഉണ്ട്. കാരണം 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? എല്ലാവർക്കും ഈ 2 ഉണ്ട്. കാരണം ഞാൻ എല്ലാവരുടെ ഏരിയയും 2 ടൈംസ് കൂട്ടി. അപ്പൊ എനിക്ക് എന്താ 2നെ എടുത്ത് വെളി കോമൺ ആയിട്ട് ഇറക്കി വെക്കാം. സിമ്പിൾ. മനസ്സിലായ? എനിക്ക് നിങ്ങൾക്ക് ബേസിക്കലി ലോജിക്ക് വേണമെന്നുള്ളത്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയാൽ മതി. അതായത് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ഓരോ റെക്ടാംഗിളിന്റെ ഏരിയ. ഇതെങ്ങനെയാ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജസ്റ്റ് ക്രൂഡായിട്ടൊന്ന് വന്നിട്ടുണ്ട്, പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇന്റഗ്രൽസിന്റെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ആദ്യം മെൻഷൻ ചെയ്തിട്ടേക്കാം, അതിൻ്റെ അത് പറയുന്നുണ്ട്. അപ്പം ഈ കാണുന്ന ഓരോ ചെറിയ റെക്ടാംഗിളിന്റെ ഏരിയ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്.
ഞാൻ ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചെറിയ റെക്ടാങ്കിളിന്റെയും കൂടെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്യുന്നത് എന്താ, ഈ എല്ലാ റെക്ടാങ്കിളും ആഡ് ചെയ്യുമല്ലേ. അപ്പൊ എല്ലാത്തിന്റെയും കൂടെ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ 2നെ എനിക്ക് കോമൺ ആയിട്ട് എടുത്ത് വെളിയെടുത്തൂടെ. അതേ കാര്യം തന്നെ ഇവിടെ പറഞ്ഞുള്ളൂ. ഓക്കെ, മനസ്സിലായേ? സിമ്പിൾ കാര്യം. ഇനി അത് ബേസിക്കലി മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏരിയ ഞാൻ ഡബിൾ ചെയ്യുന്നു, 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏരിയ ട്രിപ്പിൾ ചെയ്യുന്നു, അത്രേ ഉള്ളു. ഓക്കെ, ഏരിയ കൂട്ടുന്നു. ഇനി അടുത്തത് അഡിറ്റീവ് ഇന്റർവെൽസ്, അതായത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ശ്രദ്ധിച്ച് നോക്കണം, ഇവിടുത്തെ ബൗണ്ട് ആരാ, ലോവർ ബൗണ്ട് എയും സിയുവാ. നമുക്ക് അതിനെ എങ്ങനെ എഴുതാമെന്നറിയോ, സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എ തൊട്ട് ബി വരെ, അതുപോലെ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെ, പക്ഷെ പിന്നെ ബി തൊട്ട് സി വരെ. ഓക്കെ, അല്ല ഇക്വേഷൻ നമുക്ക് തിരിച്ചു എഴുതാം. ബേസിക്കലി ഇത് പറയുന്നത് എന്താണെന്ന് അറിയാം, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിൽ പോകുന്നത്. ഓക്കെ, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്, സി എന്ന് പറയുന്ന പോയിന്റ്. ഈ എ തൊട്ട് സി വരെയുള്ള ഏരിയയുടെ മീൻസ് ലിമിറ്റിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് എ തൊട്ട് ബി വരെയുള്ള അണ്ടറിലുള്ള ഏരിയ പ്ലസ് ബി തൊട്ട് സി വരെ അണ്ടറിലുള്ള ഏരിയ. സിമ്പിൾ അല്ലേ, നിങ്ങൾ കണ്ണ് തുറന്ന് തന്നെ നോക്ക്, നിങ്ങൾക്ക് തന്നെ കിട്ടുന്നില്ലേ. അത് ഈ കാണുന്ന ഹോൾ ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ പ്ലസ് ഈ ഏരിയ, അത്രേ ഉള്ളൂ. ബേസിക്കലി അത്രയും സിമ്പിൾ ആണ്. ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഇതെല്ലാം അത്ര സിമ്പിൾ ആയിട്ട് വിഷ്വലി പറഞ്ഞു തരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി കളിച്ചൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഇത് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് മാറ്റി മാറ്റി കളിച്ച് നോക്കാം, ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട്. ഓക്കെ, ഇനി അടുത്തത് സീറോ ബിറ്റ് പ്രോപ്പർട്ടി. സംഭവമൊന്നുമില്ല, ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഒറ്റ കാര്യം ശ്രദ്ധിക്കണം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഏതല്ല ഈക്വൽ ടു 0. അതായത് ബേസിക്കലി ഞാൻ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടും മാറിയിട്ടില്ല, മനസ്സിലായോ? അപ്പൊ അതിന്റെ ഏരിയ എന്തായിരിക്കും, 0. കാരണം എന്റെ ലോവർ ലിമിറ്റും 0 തന്നെ, അപ്പർ ലിമിറ്റ് അല്ലെ, എന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1 തന്നെ, എന്റെ അപ്പർ ലിമിറ്റ് 1 തന്നെ. അതായത് 1ൽ തന്നെ ഞാൻ നിൽക്കുക, 1ൽ നിന്ന് അനങ്ങിയിട്ടില്ല. അനങ്ങാത്തതിന് എങ്ങനെയാണ് ഏരിയ ഉള്ളത് കർവ് വരുന്നത്? എനിക്കിത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ടെങ്കിൽ എനിക്കിത് ഇത്രയും തൊട്ട് ഇത്രയും വരെ ഏരിയ ഉള്ളത് കർവ് എന്ന് പറയും. പക്ഷെ ഞാൻ ഈ ഒറ്റ പോയിന്റിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഏരിയ ഉള്ളത് കർവ് ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഇത്രയും വിട്ട് കണ്ടുകൊണ്ട് ഇത്ര ഏരിയ ഇല്ലെന്ന് ജസ്റ്റ് ഇച്ചിരി വിട്ട് കൂട്ടി കാണിച്ചെന്നേ ഉള്ളൂ. ആക്ച്വലി ഒറ്റ സിംഗിൾ പോയിന്റിൽ തന്നെ ഞാൻ നിൽക്കുക, മനസ്സിലായ? അപ്പം അവിടെ അവിടെ അതിന്റെ ഏരിയ ഉള്ളത് കർവ് ഇല്ല. ഓക്കെ, അതാണ് ബേസിക്കലി ഇതിന്റെ മീനിങ്. നിങ്ങൾക്ക് മാറ്റി മാറ്റി നോക്കാവുന്നേ ഉള്ളൂ. അടുത്തത് റിവേഴ്സൽ ഓഫ് ലിമിറ്റ്. സംഭവം എന്ന് വെച്ചാൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോവർ ലിമിറ്റ് എയും ബിയും, ലോവർ ലിമിറ്റ് എയും അപ്പർ ലിമിറ്റ് ബിയും ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ലിമിറ്റ്സ് തിരിഞ്ഞിട്ടുണ്ട്. ലോവർ ലിമിറ്റ് ബി യു ഐ, അപ്പർ ലിമിറ്റ് എ യു ഐ. അതായത് എൽ എച്ച് എസ് കിടന്ന ആരാന്നോ അവര് നേരെ ഇൻവേർട്ട് ആയിട്ടുണ്ട് റൈറ്റില്. അപ്പോൾ എന്താ പറ്റി, സിമ്പലും മാറി. അത് ബേസിക്കലി ഇത് നിങ്ങൾക്ക് ഞാൻ വേണേൽ ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കലി കാണിച്ചു തരാം. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, നമ്മുടെ യൂണിവേഴ്സല്ലോ ഇന്റഗ്രൽ ഓഫ് എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അല്ലേ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോവാൻ ചോദിച്ചാൽ ഞാൻ എന്താ ഇതിനൊരു നെഗറ്റീവ് സിമ്പിൾ എടുക്കാൻ പോയത്, ഈ കാണുന്ന ഹോൾ സാധനത്തിന് ഒരു നെഗറ്റീവ് സിമ്പിൾ ഇടാൻ പോവില്ല. അപ്പൊ എന്ത് പറ്റും, നെഗറ്റീവ് ഓഫ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാവും. അപ്പൊ എന്താവും, എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി എന്നാവും. എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി എന്തോന്നാ, അതായത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്തോ, ഈ ലിമിറ്റ്സ് നേരെ തിരിയും, ബി താഴെയും വരും എ മേളിലും വരും. അതല്ലേ ഈ കാണുന്നത്, ബി താഴെയും വരും എ മേളിലും വരും. ആ നമുക്ക് കിട്ടി എങ്ങനെയാ, നമ്മളതാ ഇതിനൊരു ഹോൾ നെഗറ്റീവ് സിമ്പൽ കൊടുത്തിട്ടല്ലേ. ഇതിനൊരു ഹോൾ നെഗറ്റീവ് സിമ്പൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ, ഇതിനൊരു നെഗറ്റീവ് സിമ്പൽ കൊടുക്കുന്നല്ലേ, അതല്ലേ ഈ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, അതല്ലേ നമ്മൾ ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഈ നെഗറ്റീവ് സിമ്പൽ ഇപ്പുറത്തും വരാമല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ബേസിക് മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. മനസ്സിലായില്ലേ, ജസ്റ്റ് വിഷ്വലും ചിന്തിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്നതാണ്. അതായത് ഈ കാണുന്നൊരു കർവ് എടുത്തെന്ന് വെച്ചോ, ഇതിനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ കാണുന്ന എ ആണ് നമ്മുടെ ലോവർ ബൗണ്ട്, ഈ കാണുന്ന ബി ആണ് നമ്മുടെ അപ്പർ ബൗണ്ട്. അപ്പൊ എന്താണ് നമുക്ക് വേണ്ടുന്ന എ തൊട്ട് ബി വരെയുള്ള എന്താണ് ഏരിയയാണ് ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവിന്റെ ഉണ്ടല്ലോ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്തത്,
0 തൊട്ട് ബി വരെയുള്ള ഏരിയ കണ്ടുപിടിച്ചിട്ട് 0 തൊട്ട് എ വരെയുള്ള ഏരിയ നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അതായത് ഈ കാണുന്ന വലിയ ഏരിയ പാർട്ടിൽ നിന്ന് ഈ കാണുന്ന ചെറിയ ഏരിയ പാർട്ട് നമ്മൾ മൈനസ് ചെയ്ത്. അപ്പൊ നമുക്ക് എന്തായാലും അറിയാം, വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ എടുത്താലും നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഇവിടെ പറയുന്നത് എന്താന്ന് ആ തലയിൽ എഴുതാൻ, അതായത് ചെറിയ ഏരിയ മൈനസ് വലിയ ഏരിയ, അതായത് ചെറിയ വാല്യൂ മൈനസ് വലിയ ഏരിയ. അപ്പൊ എന്ത് കിട്ടും? വാല്യൂ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ സൈൻ ഒന്ന് മാറിപ്പോ. മനസ്സിലായോ? വാല്യൂ എക്സാക്ട് സെയിം തന്നെ ആയിരിക്കും, സൈൻ അങ്ങ് മാറും. അത്രേ ഉള്ളൂ. അത് തന്നെ ഈ കാണുന്നത്. ഇൻവേർട്ട് ചെയ്തപ്പോ സൈന് മാറ്റി, അത്രേ ഉള്ളൂ. ലോജിക്കലി ചിന്തിച്ചാൽ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് അതായത് ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്, then integral of f of x dx less than or equal to integral of g of x dx. ഒരിക്കലും മറക്കല്, ലോവർ ബൗണ്ട് എയും അപ്പർ ബൗണ്ട് ബിയും തന്നെ ആയിരിക്കും, അതിവിടെ ചേഞ്ച് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അതൊരിക്കലും മറക്കല്ലേ. പിന്നെ അറിയാവുന്ന കാര്യമാണല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, കാരണം ലോവർ ബൗണ്ട് എയും അപ്പർ ബൗണ്ട് ബിയും ആണല്ലോ. ബേസിക്കലി ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഗ്രാഫ് എടുക്കുക, ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ലോവർ ബൗണ്ട് എ, ഇതാണ് നമ്മുടെ അപ്പർ ബൗണ്ട് ബി. ഓക്കെ, അതിന്റെ ഇടയിൽ രണ്ട് ഫംഗ്ഷൻ പോകുന്നുണ്ട്. ഒന്ന് ഈ കാണുന്ന ബ്ലൂ കർവ് അല്ലെ, ബ്ലൂ ലൈൻ എഫ് ഓഫ് എക്സ്, രണ്ട് ഈ കാണുന്ന ഒരു പിങ്ക് ഷെയ്ഡുള്ള അല്ലെങ്കിൽ റെഡ് ഷെയ്ഡുള്ള നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കർവും പോകുന്നുണ്ട്. ഈ കാണുന്ന എഫ് ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഫുൾ ബ്ലൂയിഷ് ഏരിയ. മനസ്സിലായ? ഈ ജി ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ മൊത്തം ഏരിയ ഉണ്ട്, ഈ റെഡിഷ് ഏരിയ പ്ലസ് ഈ ബ്ലൂയിഷ് ഏരിയ ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഈ ഫംഗ്ഷൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾ കണ്ണു വന്ന് തന്നെ നോക്ക്, ഇവിടെ എഫ് ഓഫ് എക്സ് ചെറുതല്ലേ ഈ ജി ഓഫ് എക്സിനെ കാട്ടി. കാരണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നോക്ക്, താഴെ കൂടെ പോകുന്ന ചെറിയ കർവ്, അതിനെക്കാട്ടിലും വലിയൊരു കർവല്ലേ ജി ഓഫ് എക്സ്. അപ്പൊ ഈ എഫ് ഓഫ് എക്സ് ഉണ്ടാക്കുന്ന എഫ് ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ കാട്ടിലും എന്തുകൊണ്ട് വലുതായിരിക്കുമല്ലോ ജി ഓഫ് എക്സിന്റെ അണ്ടറിലുള്ള ഏരിയ. അത്ര ഇത് പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി എനിക്ക് വേണ്ടുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഇക്വേഷൻസ് അല്ല, നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിഷ്വലി നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ തലയിൽ അത് രജിസ്റ്റർ ആവണം, നിങ്ങൾക്ക് അത് മനസ്സിലാവണം, ഇതാണ് സാധനം. അങ്ങനെ വെച്ചാണ്ടല്ലോ ഒരിക്കലും മറക്കത്തില്ല. എന്ന് കാണാൻ പിടിക്കേണ്ടുന്ന ഒരാവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. കാരണം ഇത് തന്നെ നമ്മൾ ഡെറിവേറ്റീവിന്റെ അവിടെ വിഷ്വലി കാണിച്ചു തന്നെ. ഇതിന്റെ ഇടയ്ക്കത്തെ കുറച്ച് പാട്ട് മനസ്സിലാവണേ നമ്മൾ എങ്ങനെ കൊച്ചു റെക്ടാങ്കിളുകളാക്കി സ്പ്ലിറ്റ് ചെയ്തെന്നുള്ളത് 2-3 വീഡിയോയ്ക്ക് മുമ്പുള്ള ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാവും. സോ അതാണ് എൻ്റെ അൾട്ടിമേറ്റ്. നിങ്ങൾക്കത് വിഷ്വലി നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുക, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയല്ല.